മൊപോഗോ ലയൺസ് ചരിത്രം സൃഷ്ടിച്ച സിംഹക്കൂട്ടങ്ങൾ. സിംഹങ്ങളുടെ ചരിത്രം പറയുമ്പോൾ നായക പരിവേഷം കൊടുക്കുന്ന ചില സിംഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തനാണ് കെനിയയിലെ സ്കാർ എന്ന ഒറ്റക്കണ്ണൻ സിംഹം. തോൽവി എന്നത് സ്കാറിന് അറിയുക തന്നെയില്ല. എന്നാൽ ഇവിടെ നായകന്മാരെ പറ്റിയല്ല നാം ഇന്ന് സംസാരിക്കുന്നത്. ഒരേ സമയം നായകനും വില്ലനും ക്രൂരനുമായ മിസ്റ്റർ ടി എന്ന ശക്തനായ സിംഹത്തെ പറ്റിയാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അതോടൊപ്പം മിസ്റ്റർ ടി അടങ്ങുന്ന മൊപോഗോ ലയൺസ്, ചരിത്രം സൃഷ്ടിച്ച മൊപോഗോ ലയൺസ്. മിസ്റ്റർ ടിയെ പറ്റി പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു സിംഹം മിസ്റ്റർ ടി തന്നെയായിരിക്കും. അതും ആർക്കും വഴങ്ങാത്ത മൊപോഗോ ലയൺസ് എന്ന 6 സിംഹ ഗ്രൂപ്പിലെ തലതെറിച്ച സിംഹം. കാടിൻ്റെ ചക്രവർത്തിമാർ. ക്രൂരതയുടെ പര്യായമായി മാറിയ ഒരു കൂട്ടം സിംഹങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ സബിസാൻ വനങ്ങളിൽ ഉണ്ടായിരുന്നു. കേവലം സിംഹങ്ങളായിരുന്നില്ല അവർ, ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിയവർ. മൊപോഗോ ലയൺസ്, 6 അതിശക്തരായ സിംഹങ്ങൾ. 2000-ലാണ് ആ 5 സിംഹങ്ങൾ ജനിക്കുന്നത്. മിസ്റ്റർ ടി, കിങ്കിട്ടയിൽ, രാസ്ത, പ്രിറ്റി ബോയ്, സ്കാർ. ശക്തരായ അച്ഛനമ്മമാരായിരുന്നു. വേട്ടയാടലും ആക്രമണത്തിലും മുതിർന്ന സിംഹങ്ങളുടെ രീതികൾ കണ്ടും പഠിച്ചുമാണ് അവർ വളർന്നത്. ഇതിൽ ഏറ്റവും ആകർഷിച്ചത് മിസ്റ്റർ ടിയെ തന്നെയാണ്. വ്യത്യസ്തമായ ഒരു കുട്ടിസിംഹം തന്നെയായിരുന്നു മിസ്റ്റർ ടി. സാധാരണ മുതിർന്നവർ വേട്ടയാടിയെ ഇറച്ചി കഴിക്കുമ്പോൾ അതിനിടയിൽ സിംഹക്കുട്ടികൾ വന്ന് കഴിക്കാറില്ല. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ടായിരുന്നു മിസ്റ്റർ ടി കഴിച്ചിരുന്നത്. ഇത് കാഴ്ചക്കാരിൽ മിസ്റ്റർ ടിയോടൊരു പ്രത്യേകത നിലനിർത്തി. മിസ്റ്റർ ടിയുടെ 4 സഹോദരന്മാരിൽ ഏറ്റവും അടുപ്പം കിങ്കിട്ടയിൽ എന്ന സിംഹം തന്നെയായിരുന്നു. എപ്പോഴും മിസ്റ്റർ ടിയും കിങ്കിട്ടയിലും ഒരുമിച്ച് തന്നെയായിരുന്നു. കളിക്കാനും മറ്റുള്ള സമയത്തും വേട്ടയാടലും ഏത് സമയത്തും അവരുടെ ഇമോഷൻ ലോക്ക് സഞ്ചാരികളിൽ വളരെയധികം കൗതുകം പരത്തിയിരുന്നു. ഇതിനിടയിൽ അവരെക്കാൾ 2 വയസ്സ് മൂത്തൊരു സിംഹം കടന്നു വന്നു. വലിയൊരു യുദ്ധമുണ്ടാവുമെന്നൊക്കെ എല്ലാവരും കരുതി. പക്ഷേ അത് തങ്ങളുടെ പിതാക്കന്മാരായ ആൺസിംഹങ്ങളുടെ മറ്റൊരു പ്രൈഡിലുണ്ടായ മകൻ തന്നെയായിരുന്നു. കരുത്തനും അസാമാന്യ വലിപ്പവുമുള്ള അവനെ മൊഗുലു എന്നാണ് പേരിട്ടത്. ഇപ്പോൾ ആൺസിംഹങ്ങൾ 6 വളർന്ന് കൂറ്റൻ സിംഹങ്ങളായി മാറി. മറ്റൊരു പ്രദേശത്തേക്ക് പോകാൻ സമയമായി. 2006-ലാണ് സബിസാൻ വനമേഖലയിൽ ഇവർ ഗ്രൂപ്പായി പുറപ്പെടുന്നത്. 6 കൂറ്റൻ സിംഹങ്ങൾ: മൊഗുലു, മിസ്റ്റർ ടി, കിങ്കിട്ടയിൽ, രാസ്ത, പ്രിറ്റി ബോയ്, സ്കാർ. മറ്റു സിംഹങ്ങളെക്കാൾ 2 വയസ്സ് മൂത്ത അതിശക്തനായ മൊഗുലു ആയിരുന്നു അവരുടെ നേതാവ്. തുടക്കത്തിൽ ഇരപിടുത്തം കുറച്ച് പ്രയാസമാണെങ്കിലും മുൻനിരയിൽ നിന്ന് പേടിയില്ലാതെ വലിയ മൃഗങ്ങളെ നേരിടുന്ന മിസ്റ്റർ ടി, കിങ്കിട്ടയിൽ, മൊഗുലു ആക്രമണകാരിയായ സിംഹത്തിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങളൊന്നും പ്രയാസമില്ലാതെ പോയി. കുറച്ചു നാളുകൾക്ക് ശേഷം എല്ലാം തികഞ്ഞ ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞിരുന്നു. ഇനി തങ്ങൾക്ക് പെൺസിംഹങ്ങൾ അടങ്ങുന്ന പ്രൈഡുകളെ വേണം. അതിനായി മറ്റു ഗ്രൂപ്പിലേക്ക് ആക്രമണം നടത്താനായി മൊപോഗോ സിംഹങ്ങൾ യാത്ര തുടർന്നു. 6 കൂറ്റൻ സിംഹങ്ങൾ പോരാത്തിന് അതിലുള്ള അക്രമാസക്തനായ മിസ്റ്റർ ടിയും കൂടി ചേർന്നപ്പോൾ മറ്റു ഗ്രൂപ്പുകളിലെ ആൺസിംഹങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങി. ആൺസിംഹ കുട്ടികളെ കൊന്നുകളഞ്ഞു. ഇതിലേറെ അമ്പരിപ്പിച്ച കാര്യം, മറ്റ് സിംഹങ്ങൾ വിശ്രമിക്കുമ്പോൾ ആക്രമണത്തിന് മുന്നിട്ട് നിന്ന മിസ്റ്റർ ടി കൊല്ലപ്പെട്ട സിംഹങ്ങളെയും സിംഹക്കുട്ടികളെയും തിന്നുന്നതായിരുന്നു. മൊപോഗോ ലയൺസ്, ചരിത്രം ഇന്നും വിറയലോടെ മാത്രം ഓർക്കുന്ന ആ 6 സിംഹങ്ങളുടെ കഥയാണിത്. 6 സിംഹങ്ങൾ, 6 സഹോദരങ്ങൾ, ഒരേ ലക്ഷ്യം, ഒരേ രക്തം. സാധാരണയായി 1-2 സിംഹങ്ങൾ ഭരിക്കുന്നിടത്ത് ഈ 6 പേരും ചേർന്ന് ഒരു ഭീതിയുടെ പടയോട്ടം തന്നെ നടത്തി. എതിരാളികളായ എത്ര വലിയ സംഘത്തെയും ഇവർ തകർത്ത് തരിപ്പണമാക്കി. മൊപോഗോ ലയൺസിന് തോൽവിയില്ല. അവരുടെ സാമ്രാജ്യം വലുതായിക്കൊണ്ടേയിരുന്നു. മുന്നിൽപ്പെട്ട എല്ലാ ആൺസിംഹങ്ങളെയും കൊന്നുകളഞ്ഞു. 100-ലധികം സിംഹങ്ങളാണ് ഇവരുടെ ആക്രമണത്തിൽ ആ വർഷം കൊല്ലപ്പെട്ടത്. എവിടെ തിരഞ്ഞാലും വിജയം. കൂടുതൽ കരുത്തും വലുതും നേതാവും മൊഗുലു ആണെങ്കിലും ആക്രമണത്തിൽ കൂടുതൽ ശൗര്യം കാണിച്ചത് മിസ്റ്റർ ടി തന്നെയായിരുന്നു. ആ സമയത്തും മറ്റ് സഹോദരന്മാരെക്കാൾ അടുപ്പവും സ്നേഹവും മിസ്റ്റർ ടിയും കിങ്കിട്ടയിലും കാണിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ ടിയുടെ സാന്നിധ്യം, ശക്തരായ 6 അംഗ സംഖ്യ മൊപോഗോ ലയൺസിന് വലിയ ആത്മവിശ്വാസം നൽകി. തോൽവി അറിയാത്ത അവർ തങ്ങളുടെ സാമ്രാജ്യം വലുതാക്കിക്കൊണ്ടേയിരുന്നു. തൽഫലമായി 1,70,000 അധികം ഏക്കർ വനഭൂമി ഇവരുടെ ആധിപത്യം വിശാലമാക്കി. ഓർക്കുക, ചരിത്രത്തിൽ മുമ്പോ ഇപ്പോഴോ ഒരു സിംഹ ഗ്രൂപ്പും 1,70,000-ലധികം ഏക്കർ എന്ന ഭീമമായ അധികാരപരിധി നേടിയിട്ടില്ല. അവരുടെ ശക്തിയിൽ ആരും അത്ഭുതപ്പെട്ടില്ല. മറിച്ച് ആ ക്രൂരതയിൽ ലോകം ഞെട്ടിവിറക്കുകയാണ് ചെയ്തത്. എല്ലാം പിടിച്ചടക്കി ശാന്തമായി വിഹരിക്കുന്ന സമയം 6 പേരിൽ 5 പേരും വളരെ സന്തോഷത്തിലാണ്. എന്നാൽ ഒരാൾ മാത്രം വളരെ നിരാശനാണ്. വേറെ ആരുമല്ല, വിപ്ലവകാരി മിസ്റ്റർ ടി. സമയം ആരെയും വെറുതെ വിടില്ല. അധികാരത്തിന്റെ ലഹരിയിൽ മത്തുപിടിച്ച ഈ സഹോദരന്മാർക്കിടയിൽ ഭിന്നതകൾ ഉടലെടുത്തു. നേതാവ് ആരെന്ന ചോദ്യം മിസ്റ്റർ ടിയും മൊഗുലും തമ്മിലുള്ള യുദ്ധത്തിന് വഴിവെച്ചു. ശത്രുക്കളെ ആക്രമിക്കും പോലെ യുദ്ധം ചെയ്തില്ലെങ്കിലും തങ്ങളിലെ നേതാവിനെ തീരുമാനിക്കാൻ അവിടെ ചെറു സംഘടനം നടന്നു. 2 വയസ്സ് മൂത്ത അതിശക്തനായ മൊഗുലു മുന്നിൽ മിസ്റ്റർ ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മൊഗുലുവിനേക്കാൾ ആക്രമണകാരി മിസ്റ്റർ ടി ആണെങ്കിലും ആകാരവലിപ്പവും മൂത്തതും മൊഗുലുവിനായിരുന്നു. എന്നാൽ കീഴടങ്ങിയ ആ ഗ്രൂപ്പിൽ നിൽക്കാൻ ഈഗോ മൂത്ത സൈക്കോ മിസ്റ്റർ ടി ഒരുക്കമല്ലായിരുന്നു.
താൻ ഇനി ഇവിടെ നിൽക്കില്ലെന്ന വാശി മിസ്റ്റർ ടി ഗ്രൂപ്പ് വിട്ട് യാത്ര പറഞ്ഞ് തങ്ങളുടെ വിശാലമായ അധികാര പരിധിയിലെ മറ്റൊരിടത്തേക്ക് യാത്ര ആരംഭിച്ചു. മിസ്റ്റർ ടി പോയാൽ എന്തു സംഭവിക്കും? തൻ്റെ കളിക്കൂട്ടുകാരനായ കിങ്കി ടെയിലും ഒപ്പം കൂടും. മൈലുകൾക്കപ്പുറത്ത് 2 സിംഹം മാത്രമുള്ളൊരു കൂട്ടം. മബോഗോ ലെൻസിൻ്റെ മിസ്റ്റർ ടി, കിങ്കി ടെയിൽ, ഇപ്പുറത്ത് മുകുലു അടങ്ങുന്ന 4 സിംഹങ്ങൾ ഉള്ള ഗ്രൂപ്പും. എന്നാൽ മിസ്റ്റർ ടിയുടെ പ്രദേശം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ശത്രുക്കളായ മറ്റു സിംഹങ്ങൾ വരാനുള്ള ഏക വഴിയായിരുന്നു മിസ്റ്റർ ടി, കിങ്കി ടെയിലിൻ്റെ അധികാരപരിധി. 2 സിംഹങ്ങൾ എങ്ങനെ 3-4 ശക്തരായ മറ്റു സിംഹങ്ങളുള്ള കൂട്ടത്തെ നേരിടും? ഈ ചോദ്യം സഞ്ചാരികളിലും മറ്റു ഫോട്ടോഗ്രാഫർകളിലും ഏറെ സംശയം ജനിപ്പിച്ചിരുന്നു. പക്ഷേ ഇത് മിസ്റ്റർ ടി ആണ്. കൂട്ടിന് പ്രിയപ്പെട്ട ശക്തനായ കിങ്കി ടെയിൽ ആക്രമണങ്ങൾ നേരിടാൻ മിസ്റ്റർ ടി കാത്തിരുന്നു. വന്നവരെല്ലാം 2 ശക്തരായ സിംഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. കൂടാതെ കൊല്ലപ്പെട്ട സിംഹക്കുട്ടികളെ മിസ്റ്റർ ടി കഴിച്ചും കൊണ്ടിരുന്നു. സാക്ഷിയായി കിങ്കി ടെയിലും. വീണ്ടും തങ്ങളുടെ അധികാരപരിധി മിസ്റ്റർ ടിയും കിങ്കി ടെയിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. മുകുലുവിനും സംഘത്തിനും നേരിടാൻ ഒരു സിംഹം പോലുമില്ല. അവർ അവിടേക്ക് വരണമെങ്കിൽ വഴിയിൽ മിസ്റ്റർ ടിയെ തോൽപ്പിച്ചോ കൊന്നിട്ടോ ആയിരിക്കണം. അതിന് മിസ്റ്റർ ടി സമ്മതിക്കുമോ? അതുകൊണ്ട് തന്നെ മിസ്റ്റർ ടി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. 100-ലധികം സിംഹങ്ങളായുള്ള ആക്രമണം, പരിക്ക്, വയസ്സ് ഇതെല്ലാം പതിയെ മൊബോഗോ ലെൻസിനെ ബാധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മിസ്റ്റർ ടിക്ക് മാത്രം തൻ്റെ ശൗര്യം കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കാടിന്റെ നിയമമാണ്. എത്ര ശക്തരായ സിംഹമായാലും വീഴ്ചകൾ കാടിന്റെ നിയമങ്ങൾക്ക് ബാധകമാണ്. മൊബോഗോ സിംഹങ്ങളിലെ ആദ്യത്തെ വീഴ്ച കിങ്കി ടെയിൽ എന്ന സിംഹത്തെ കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഏറ്റവും കരുത്തനായ കിങ്കി ടെയിലിനെ കൊലപ്പെടുത്തിയത് മജംഗലീൻ എന്നറിയപ്പെടുന്ന ഒരു സംഘം സിംഹങ്ങളാണ്. 5 കൂറ്റൻ സിംഹങ്ങൾ അടങ്ങിയ മജംഗലീൻസിന്റെ വെല്ലുവിളി സ്വീകരിച്ച മൊബോഗോ ലയൺസ് കാത്തുകിടന്നു. എല്ലാവരുടെയും ശ്രദ്ധ ഈ 5 സിംഹത്തിന്റെ മേലിലായി. പ്രായമായെങ്കിലും തളർത്താത്ത പോരാട്ട വീര്യവും എക്സ്പീരിയൻസും മിസ്റ്റർ ടിയും കിങ്കി ടെയിലും എങ്ങനെ ഉപയോഗിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ശക്തി മാത്രമല്ല, സാഹചര്യത്തിൽ എങ്ങനെ ബുദ്ധിപരമായി നീങ്ങണമെന്ന മൊബോഗോ ലയൺസിന്റെ നീക്കങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു. ഒറ്റയായി നടന്ന നേതാവിനെ വലിച്ചിഴച്ച് മൊബോഗോ ലെൻസ് അവരുടെ സർവത്ര ആക്രമണവും ആ കൂറ്റൻ സിംഹത്തിന്റെ മേലെ തീർത്തു. യുവാവും കൂടാതെ കരുത്തനായിട്ടും മിസ്റ്റർ ടിയുടെ മുന്നിൽ ആ യുവസിംഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ കിങ്കി ടെയിലും വന്നതോടെ അതിക്രൂരമായി ആ സിംഹം നിലംപതിച്ചു. പതിവ് പോലെ മിസ്റ്റർ ടി അതിനെ തിന്നുകയും ചെയ്തു. തങ്ങളുടെ അതിരുകളിൽ മൊബോഗോ ലെൻസിന്റെ വിജയാലർച്ചകൾ പ്രതിധ്വനിച്ചു. തങ്ങളുടെ എതിരാളികളുടെ ശക്തിയും ബുദ്ധിയും തിരിച്ചറിഞ്ഞ 4 മജംഗലീൻ സിംഹത്തിന്റെ മുന്നേറ്റം വളരെ ശ്രദ്ധിച്ചു തന്നെയായിരുന്നു. എതിരാളികൾ 2 ഉള്ളൂ എങ്കിലും അതിശക്തമായ ആക്രമണം നടത്താൻ കഴിവുള്ളവർ ആണെന്ന് തിരിച്ചറിഞ്ഞ് ആ നിമിഷം ഒറ്റപ്പെടുത്തി കൊല്ലുക അല്ലാതെ നിവർത്തിയില്ല. മിസ്റ്റർ ടി തന്റെ അതിരുകളിൽ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന സമയം അതേറ്റെടുക്കാതെ മജംഗലീൻ രഹസ്യമായി കിങ്കി ടെയിലിനെ പിന്തുടരാൻ തുടങ്ങി. 2 സിംഹങ്ങൾ കിങ്കി ടെയിലിന്റെ മുന്നിൽ മൊബോഗോ ലയൺസ് ആണ്. കൂടാതെ കരുത്തനായ കിങ്കി ടെയിലും. 2 അതിന് പുല്ലാണ്. കിങ്കി ടെയിലിനെ നേരിടുക 2 സിംഹത്തിന് ആലോചിക്കാനേ കഴിയില്ല. പതുക്കെ പേടിച്ചോടുന്ന രീതിയിൽ അവർ മുന്നോട്ട് നീങ്ങി. ലേശം ഭയം പോലുമില്ലാതെ കിങ്കി ടെയിൽ പിന്തുടർന്നു. അതിന് മാത്രം എന്ത് ഭയം! എത്ര കൂറ്റൻ സിംഹങ്ങൾ തന്റെ കോമ്പല്ലുകൾക്കിടയിൽ കിടന്ന് മരിച്ചിരിക്കുന്നു. പിന്നെയാണ് 2 സിംഹങ്ങൾ പിന്തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ആണ് കിങ്കി ടെയിലിന് ചതി മനസ്സിലായത്. തങ്ങൾ അവരുടെ നേതാവിനെ കൊന്നതുപോലെ കിങ്കി ടെയിലിനെ ഒറ്റപ്പെടുത്തി കൊല്ലുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മൊബോഗോ ലയണിന്റെ പ്രായത്തിന്റെ തളർച്ചയിലും തളരാത്ത ഒരൊറ്റ സിംഹത്തിനെ എതിരിടാൻ അവർക്ക് അതിന് തിരഞ്ഞെടുത്തത് തങ്ങളുടെ 4 സിംഹങ്ങളായിരുന്നു. അതല്ലാതെ അവർക്ക് വഴിയില്ല. 4 കൂറ്റൻ സിംഹങ്ങൾ. കിങ്കി ടെയിൽ ഒറ്റക്ക് മൊബോഗോ ലെൻസിന്റെ സർവത്ര ശക്തിയും എടുത്ത് പോരാടി. പക്ഷേ പിറകിൽ 2, മുന്നിൽ 2. 2 തോൽപ്പിച്ചാലും പിറകിലുള്ളവർ തന്റെ നട്ടെല്ലിൽ കടിക്കാൻ വളരെ ഈസിയായി കഴിയും. അതുതന്നെ സംഭവിച്ചു. മുന്നിലുള്ളവരെ പ്രതിരോധിച്ചെങ്കിലും പിറകിൽ ഉള്ളവർക്ക് ആ സമയം കൊണ്ട് കിങ്കി ടെയിലിന്റെ നട്ടെല്ല് പൊട്ടിക്കാൻ കിട്ടിയ സമയം. ആർക്കു മുന്നിലും തോൽക്കാത്ത കിങ്കി ടെയിൽ എന്ന ആ കൂറ്റൻ സിംഹം ആ 4 സിംഹങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. കിങ്കി ടെയിൽ എന്ന ഒരു ആക്രമണകാരിയായ മൊബോഗോ ലയണിനെ കൊല്ലാൻ എണ്ണത്തിൽ 4 യുവാക്കളായ സിംഹങ്ങൾ തന്നെ വേണ്ടി വന്നു എന്നതായിരുന്നു സത്യം. കൂട്ടുകാരന്റെ അലർച്ച കേട്ട് വളരെ അകലെ നിന്നും ഓടിയെത്തിയ മിസ്റ്റർ ടി എത്തുമ്പോഴേക്കും കിങ്കി ടെയിലിനെ കൊന്നിരുന്നു. കൊന്നതും പോരാതെ അവരുടെ ദേഷ്യം തീർത്ത് കടിച്ചു പൊളിക്കുന്നത് കണ്ട് മിസ്റ്റർ ടിക്ക് അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സിംഹത്തെ തന്റെ പൊതുവായ ആക്രമണത്തിലൂടെ മിസ്റ്റർ ടി കടിച്ചു കുടഞ്ഞു വലിച്ചിട്ടു. എങ്കിലും മറ്റ് 3 സിംഹങ്ങൾ വളഞ്ഞതോടെ കാര്യങ്ങൾ കുഴപ്പത്തിലായി. കാരണം ശക്തരായ 4 പേർ മുന്നിലും പിന്നിലുമായി ആക്രമിച്ചാലും തനിക്ക് കിങ്കി ടെയിലിന്റെ ദയനീയാവസ്ഥ വരേണ്ടി വരും. കുറച്ചുനേരം ആക്രമണം നടന്നു എങ്കിലും പരിക്കുകളോടെ അവിടെ നിന്നും മിസ്റ്റർ ടിക്ക് രക്ഷപ്പെടേണ്ടി വന്നു. വലിഞ്ഞ് ഇഴഞ്ഞു നീങ്ങി മിസ്റ്റർ ടി തന്റെ സഹോദരന്മാരുടെ ഇടയിലേക്ക് നീങ്ങുകയായിരുന്നു. രക്തത്തെ തിരിഞ്ഞ് മിസ്റ്റർ ടി അവിടെ എത്തിച്ചേർന്നു. മുകുലുവും മറ്റു സഹോദരന്മാരും വളരെ സ്നേഹത്തോടെ അവനെ സ്വീകരിച്ചു. ഇപ്പോൾ 5 സിംഹങ്ങൾ. വർഷങ്ങൾ കടന്നുപോയി. പ്രായം തളർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ രാജാക്കന്മാരായിരുന്ന എല്ലാവരും പതിയെ പിൻവലിഞ്ഞുകൊണ്ടിരുന്നു. നേതാവായ മുകുലു പോലും മിസ്റ്റർ ടിയുടെ സ്വഭാവത്തിൽ മാത്രം വ്യത്യാസമൊന്നും പ്രകടമല്ല. പതിയെ മിസ്റ്റർ ടി അധികാരം പിടിച്ചെടുത്തു. തങ്ങളുടെ പ്രൈഡിൽ ജനിച്ച മുകുലുവിൻ്റെയും മറ്റുള്ളവരുടെയും കുഞ്ഞുങ്ങളെ കൊല്ലുകയും തിന്നുകയും ചെയ്യുന്ന മിസ്റ്റർ ടിയുടെ പ്രവൃത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇതെല്ലാം കണ്ട് മുകുലു ശാന്തമായി കിടന്നു. മിസ്റ്റർ ടി ആയി മത്സരിക്കാനുള്ള ശക്തി തനിക്കിപ്പോൾ ഇല്ല. ഒപ്പം തൻ്റെ സഹോദരൻ
ഇനിയൊരു യുദ്ധത്തിന് മുതിരാതെ മൊഗുലു ശാന്തനായി മാറി നിന്നു. കാലങ്ങൾ കടന്നുപോയി. ശത്രുക്കളുടെ ആക്രമണവും വാർദ്ധക്യവും അവരെ തളർത്തിക്കൊണ്ടിരുന്നു. ചെറിയ ചെറിയ ആക്രമണങ്ങൾ നേരിട്ടു എങ്കിലും മിസ്റ്റർ ടി ഒപ്പമുള്ളതുകൊണ്ട് പ്രൈഡിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. വാർദ്ധക്യത്തിന്റെ ആരംഭമായി തുടങ്ങി. പഴയ പോരാട്ട വീര്യം നഷ്ടപ്പെടാൻ തുടങ്ങിയോ? ഇതിനിടയിൽ തങ്ങളുടെ സഹോദരനെ കൊന്ന, കിങ്കീടെയിലിനെ കൊന്ന മജംഗലീൻ സിംഹങ്ങളോട് പകരം ചോദിക്കാൻ ആ 5 പേരും പുറപ്പെടുന്നു. 5 വയസ്സൻ സിംഹങ്ങളും 4 ശക്തരായ സിംഹങ്ങളും. രക്തരൂക്ഷിതമായ പോരാട്ടം. ആകെ മുഗുലുവും മിസ്റ്റർ ടിയും മാത്രം അല്പം പിടിച്ചു നിന്നു. ബാക്കിയുള്ളവർക്ക് സാരമായ പരിക്കേറ്റതോടെ മൊബോഗോ ലയൺസ് പിന്തിരിഞ്ഞോടി. കാലങ്ങൾ മുന്നോട്ടു പോയി. ഇതിനിടയിൽ സ്കാർ വേട്ടക്കാർക്ക് മുന്നിൽ വീണു. മറ്റ് സിംഹങ്ങളായുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ് എന്നും പറയുന്നു. പ്രിറ്റി ബോയ് പ്രായാധിക്യം മൂലം കാണാതാവുകയോ മരണപ്പെടുകയോ ചെയ്തു. ഇനി 3 സിംഹങ്ങൾ, മൊഗുലുവും മിസ്റ്റർ ടിയും രാസ്തയും. പ്രായം തളർത്തിയ മൊബോഗോ ലയൺസിന് ഇനി ആകത്തണൽ മിസ്റ്റർ ടി മാത്രം. വാർദ്ധക്യത്തിലും വില്ലനായും നായകനായും മിസ്റ്റർ ടി ആദ്യം മുതൽ അവസാനം വരെ തന്റെ മനസ്സു ശരീരവും ഒരേ സ്വഭാവത്തിൽ തന്നെ നിലകൊണ്ടു. ചെറിയ ആക്രമണങ്ങൾ പ്രതിരോധിച്ചു എങ്കിലും 2012 സെലറ്റിക്കൽസ് എന്ന ഭീകരന്മാരായ 4 സിംഹങ്ങൾ മൊബോഗോ ലയൺസിന്റെ അതിർത്തിയിലേക്ക് കടന്നുവന്നു. മൊബോഗോ ലയൺസിന് ആക്രമണകാരിയായി ആകെയുള്ളത് മിസ്റ്റർ ടി മാത്രം. കൂറ്റൻ സിംഹങ്ങളോട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? മിസ്റ്റർ ടി അടക്കം 3 പേരും കൊല്ലപ്പെടും, അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടും. രാത്രി അതിശക്തമായ ആക്രമണം. മൊബോഗോ ലയണിന്റെ അവസാന ആക്രമണം. ശക്തമായ 4 കൂറ്റൻ സിംഹത്തിന് മുന്നിൽ മിസ്റ്റർ ടി ഒഴികെ ബാക്കിയുള്ളവർ പിടിച്ചു നിന്നില്ല. മൊഗുലു രക്ഷപ്പെട്ടു. രാസ്തക്ക് സാരമായി പരിക്കേറ്റ് രക്ഷപ്പെടുകയും പിന്നീട് വഴിയരികിൽ മരിക്കുകയാണ് ചെയ്തത്. തീരെ അവശനായ മൊഗുലുവിനും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മരണം വരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന രാസ്തയുടെ മൃതദേഹത്തിന് മുന്നിൽ മൊഗുലു വളരെ വിഷാദത്തോടെ ഇരുന്ന് അദ്ദേഹം യാത്ര തിരിച്ചു. അപ്പോഴും മിസ്റ്റർ ടി തന്റെ അവസാന ആക്രമണം ആ 4 കൂറ്റൻ സിംഹത്തിന് നടുവിൽ നടത്തുന്നുണ്ടായിരുന്നു. വയസ്സൻ സിംഹമാണെങ്കിലും വളരെ ആക്രമണകാരിയായതുകൊണ്ട് തന്നെ നേരിട്ട് മുന്നിലൂടെ മിസ്റ്റർ ടിയെ വധിക്കുക പ്രയാസമായിരുന്നു. ആക്രമണത്തിനൊടുവിൽ കിങ്കീടെയിലിനെ ചെയ്തതുപോലെ 2 സിംഹം മുന്നിലും 2 പേർ പിന്നിലും വളഞ്ഞിട്ട് ആക്രമിച്ച് സ്പൈനൽ കോഡിനെ കടിച്ച് മിസ്റ്റർ ടിയുടെ പിൻകാലുകൾ നിശ്ചലമാക്കി. സാരമായ മുറിവുകളിലൂടെ രക്തം വാർന്നൊഴുകി. പുലർച്ചെ സഞ്ചാരികളും ഫോട്ടോഗ്രാഫർമാരും ഗാർഡനുകളും എത്തുമ്പോൾ മരണവെപ്രാളത്തിലും മുന്നിലേക്ക് വരുന്ന സിംഹങ്ങൾക്ക് നേരെ വാർദ്ധക്യവും പരിക്കവും മറന്ന് പഴയ ശൗര്യത്തോടെ അലറുന്ന മിസ്റ്റർ ടിയെയാണ് കണ്ടത്. 4 സിംഹങ്ങൾ ഓരോരുത്തരായി മിസ്റ്റർ ടിയെ പിന്നിലൂടെ വന്ന് കടിച്ച് പതിയെ കൊല്ലുന്ന രീതിയാണ് ആ സിംഹങ്ങൾ സ്വീകരിച്ചത്. ശരീരം ആകെ 4 സിംഹങ്ങൾ കടിച്ച വലിയ മുറിവുകൾ. രക്തത്തിൽ കുളിച്ച മിസ്റ്റർ ടി. തനിക്ക് കുതിക്കാൻ കഴിയില്ല എങ്കിലും ആ കണ്ണുകളിൽ, ആ പല്ലുകളിൽ തന്റെ മുന്നിലെത്തുന്നവരെ കടിച്ചുകുടയാനുള്ള ശൗര്യം നിഴലിച്ചു നിന്നിരുന്നു. രാജാവിനെ പോലെ ജീവിച്ച് രാജാവിനെ പോലെ മരിച്ചു വീഴുന്ന രാജകീയ ജീവിതം നയിച്ച മൊബോഗോ ലയണിന്റെ സ്റ്റാറും ഇപ്പോഴത്തെ നേതാവുമായ മിസ്റ്റർ ടി പതിയെ മരണത്തിലേക്ക് വീണു. ഒരിക്കൽ രാജാക്കന്മാരായി വാണവർ കാടിന്റെ നിയമത്തിന് മുന്നിൽ തങ്ങളുടെ ജീവൻ അടിയറവ് വെക്കേണ്ടി വന്നു. ഇതിനിടയിൽ മൊഗുലു അപ്രത്യക്ഷമായി. കാരണം മിസ്റ്റർ ടി ഇല്ലാതെ തനിക്ക് ഒരിടത്തും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പ്രായം കൊണ്ട് തളർന്ന മൊഗുലു മരിച്ചിരിക്കാനാണ് സാധ്യത എന്ന് കരുതിയ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2013 ഒരു റോഡിന് സൈഡിലൂടെ നടന്നു നീങ്ങുന്ന മൊഗുലുവിനെയായിരുന്നു എല്ലാവരും കണ്ടത്. ആ സമയം മൊഗുലുവിന് 15 വയസ്സാണ്. 2014 ശേഷം മൊഗുലുവിനെ ആരും കണ്ടിട്ടില്ല. 16-ാം വയസ്സിൽ മൊഗുലു മരിച്ചിരിക്കാനാണ് സാധ്യത. ചരിത്രത്തിൽ 16 വയസ്സ് ഒരു സിംഹത്തെ സംബന്ധിച്ച് റെക്കോർഡാണ്. സാധാരണ ആൺസിംഹങ്ങൾ 10-12 വയസ്സിനുള്ളിൽ വധിക്കപ്പെടാനോ പ്രായവും പരിക്കും കൊണ്ട് മരിക്കാനോ ആണ് സാധ്യത. വർഷങ്ങൾ നീളുന്ന ആക്രമണങ്ങളിലെ പരിക്ക്, വേട്ടയാടുന്ന സമയത്തെ അപകടങ്ങൾ, പ്രായാധിക്യത്തിൽ മറ്റ് ഗ്രൂപ്പിലെ സിംഹങ്ങളാൽ കൊല്ലപ്പെടുക, കഴുതപ്പുലികളുടെ ആക്രമണം, ഇതെല്ലാം ആൺസിംഹത്തിന്റെ ആയുസിനെ വളരെയധികം ബാധിക്കും. മാക്സിമം 10-12 വയസ്സ്. ഇതിൽ ജീവിതാവസാനം വരെ പോരാട്ടത്തിലും വേട്ടയാടയിലും മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകി മറ്റും കൂടുതൽ പരിക്കേറ്റ മൊബോഗോ ലയൺ മിസ്റ്റർ ടി തന്നെയായിരുന്നു. 12-ാം വയസ്സിലാണ് മിസ്റ്റർ ടി മരിച്ചത്. ആ പ്രായത്തിലും മിസ്റ്റർ ടി ആരോഗ്യവാനും കരുത്തനുമായ ഒരു സിംഹം തന്നെയായിരുന്നു. ഒരുപക്ഷെ മൊഗുലുവിനെ പോലെ രക്ഷപ്പെടാൻ ശ്രമിച്ചു എങ്കിൽ മിസ്റ്റർ ടിയും അത്രത്തോളം കാലം ജീവിച്ചേനെ എന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷേ 16 വയസ്സുള്ള മൊഗുലുവിന്റെ ആയുസിന്റെ യഥാർത്ഥ കാരണം ശരിക്കും മിസ്റ്റർ ടിയും കിങ്കീടെയിലും തന്നെയായിരുന്നു. മിസ്റ്റർ ടി കിങ്കീടെയിലിന്റെ അധികാര പരിധിയിലെ സംരക്ഷണം കൊണ്ടാണ് മൊഗുലു 16 വയസ്സ് വരെ ജീവിച്ചെന്ന് കരുതപ്പെടുന്നത്. വർഷങ്ങളോളം പിണങ്ങിപ്പോയ മിസ്റ്റർ ടി കിങ്കീടെയിൽ ഗ്രൂപ്പിന്റെ അധികാര പരിധി വിട്ട് മൊഗുലുവിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് മറ്റു സിംഹങ്ങൾ എത്തിയിരുന്നില്ല. അതിനു മുമ്പ് മിസ്റ്റർ ടിയും കിങ്കീടെയിലും അതിനെ വകവരുത്തിയിരിക്കും. രണ്ടാമത്തെ കാര്യം, മൊബോഗോ ലയൺസിന്റെ 6 സിംഹങ്ങളോട് പോരാടുമ്പോൾ ഓരോരുത്തർക്കും പരിക്ക് പറ്റാൻ സാധ്യത കുറവായിരുന്നു. സ്വാഭാവികമായും കൂടുതൽ പരിക്ക് പറ്റാതെ സംരക്ഷിച്ചത് മിസ്റ്റർ ടിയുടെ മുന്നേറ്റം തന്നെയായിരുന്നല്ലോ. അവസാനം മൊബോഗയും 16-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞപ്പോൾ ചരിത്രത്തിൽ വീണ്ടും അത്ഭുതമായി ആ പേര് ഒരു ഇതിഹാസമായി അവശേഷിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, ഇന്നും മൊബോഗോ ലയണിന്റെ തലമുറയിലെ സിംഹങ്ങൾ അവിടെയുണ്ടോ? അതെ, 2006-ൽ തുടങ്ങിയ പോരാട്ടത്തിൽ സ്വന്തമാക്കിയ ഒരുപാട് പ്രൈഡുകളിൽ അവരുടെ കുഞ്ഞുങ്ങൾ വലുതായിരുന്നു. അതിൽ ആൺസിംഹങ്ങളും പെൺസിംഹങ്ങളും വളർന്നു വലുതായി. അവരുടെ ജീനുകൾ ഇന്നും സബിസാൻഡ് വനപ്രദേശത്ത് ഗർജനത്തോടെ വിലസുന്നുണ്ട്.